എടാ പട്ടിത്തന്നെ നീ എന്നാടാ പറയുന്നത്? എടാ ധനേശ നീ ഉണ്ടല്ല, നീ പുറത്തിറക്ക്. നീ ടിക്ടോക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലക്കല്ലടാ, ഇതിൻ്റെ ഉള്ളിൽ ചിലക്കല്ല. നീ പുറത്തിറക്ക്. ഒന്ന് കാണിച്ചാ എനിക്ക് ഞാൻ ഇവിടെ ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ധനേഷിനോട് പറയാണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ അപ്പുറമല്ലോ എന്റെ വീട്, അവിടെ പോയിട്ടിരുന്ന് പറയാം. വൈകുന്നേരം നിങ്ങൾ ഓനെ കണ്ടിട്ടില്ല വന്നിന്, അപ്പൊ നിങ്ങളെ വായിൽ എന്താ പഴം ഒഴുകിനാ? നേരിട്ട് പറയാനുള്ള കാര്യം നേരിട്ട് പറയാം, അല്ലാണ്ട് ഈ ടിക്ടോക്ക് കടന്നിട്ട് ഉണ്ടാക്കുമല്ല വേണ്ടേ. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ രണ്ടാളും ഒന്നും പറയില്ല. അതിനുള്ള ധൈര്യം ദിനേശാട്ടനും ഇല്ല, ധനേഷിനും ഇല്ല. ഈ ടിക്ടോക്കിൽ വന്നിട്ടുള്ള നൊടിച്ചൽ മാത്രമേ ഉള്ളൂ. പിന്നൊരു കാര്യം കേൾക്കണം, കുറേ ആയി അച്ഛൻ പറയുന്നത് ദിനേശാട്ടനോടൊന്ന് സംസാരിക്കണമെന്ന്. ഇത് ഞാൻ ദിനേശാട്ടനോട് പറഞ്ഞിട്ട് ദിനേശാട്ടൻ എന്താ പറഞ്ഞതെന്നറിയാം? നിന്റെ അച്ഛനോട് രാത്രി 10 മണിക്ക് ടിക്ടോക്ക് ലൈവിൽ വരാൻ വേണ്ടി പറ. ദിനേശാട്ടനോട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് അച്ഛൻ വിസിറ്റ് വസി എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുകയെന്ന്. നാട്ടിൽ ടിക്ടോക്കിലല്ല. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. മടുത്ത് പപ്പി. ഒരു ചെറിയ കുട്ടീൻ്റെ അച്ഛനാന്നുള്ള ബോധം വേണ്ടേ? ടിക്ടോക്കിലെ ഗെയിം തോറ്റെന്ന് പറഞ്ഞിട്ട് പച്ച പാതിരാത്രിക്ക് ഉണ്ടാവും തണുത്ത വെള്ളം തലയിൽ കൂടി വയ്ക്കുന്നത്. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്കും മോളെ കൺമഷി എടുത്തിട്ട് കുണുവാവുക, പച്ചമുളക് തിന്നുക എന്ന് വേണ്ട. തിന്നുമ്പോൾ കിടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ടിക്ടോക്ക് തന്നെ ടിക്ടോക്ക്.